ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ അഥവാ IUI ആർക്കൊക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അതിൻ്റെ സക്സസ് റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം ഹസ്ബൻഡിൻ്റെ സെമൻ പാരാമീറ്റർ ആണ് ഇമ്പോർട്ടൻറ്റ്. ഒരു ബോർഡർ ലൈൻ ലോ സ്പേം കൗണ്ട് ഉള്ളവരിൽ, അതായത് ഒരു ലെസ് ദാൻ 10 മില്യന് താഴെ കൗണ്ട് ഉള്ളവരിലാണ് നമ്മൾ IUI ഫസ്റ്റ് മെത്തേഡായിട്ട് പ്രിഫറബിൾ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ചിലപ്പം സെമൻ എന്തെങ്കിലും കൗണ്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, അതിനകത്ത് ലിക്വിഫാക്ഷൻ കൂടുതലുണ്ട്, വിസ്കോസിറ്റിക്ക് പ്രശ്നമുണ്ട്, സ്പേംസിന് മോർഫോളജിക്കലി കാഴ്ചയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതല്ല അതിനെന്തെങ്കിലും മൂവ്മെൻറ്റ് റാപ്പിഡായിട്ട് പ്രോഗ്രസീവ് മൂവ് ചെയ്യുന്ന സ്പേംസ് കുറവുള്ളവരിൽ അറ്റ്ലീസ്റ്റ് ഒരു 15% മോട്ടൈൽ ബീജങ്ങളുള്ളവർക്ക് മാത്രമാണ് നമ്മൾ IUI ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ ഒന്ന് വൈഫിൻ്റെ ഫെലോപ്പിൻ ട്യൂബിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഫെലോപ്പിൻ ട്യൂബെങ്കിലും പേറ്റൻ്റ് ആയിട്ടുള്ളവരാണ് IUI ചെയ്തിട്ട് കാര്യമുള്ളൂ. അത് റീസെൻ്റ് ആയിട്ട് ഐദർ ട്യൂബ് ടെസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക്കലിയോ ട്യൂബിൻ്റെ പേറ്റൻസി ഉറപ്പുവരുത്തിയവരിലാണ് IUI ചെയ്തിട്ട് പ്രയോജനമുള്ളൂ.